ഏപ്രിൽ 29 ലോക നൃത്ത ദിനം. ആഗ്രഹത്തിനനുസരിച്ച് അധ്യാപകനായിട്ടും നൃത്തത്തെ ജീവനായി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് കരിവെള്ളൂരിലെ എം മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ. ഗ്രന്ഥകാരനും നിരൂപകനും മികച്ച വാഗ്മി എന്നിങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ നീളുന്നു. ആഗ്രഹത്തിനനുസരിച്ച് അധ്യാപകനായിട്ടും നൃത്തത്തെ ജീവനായി കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് കരിവെള്ളൂരിലെ എം മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ. 1994 ഹൈസ്കൂളിൽ മലയാളം അധ്യാപകനായി ജീവിതം ആരംഭിച്ചു. അധ്യാപനത്തോടൊപ്പം എഴുത്തും വായനയും തന്നെയായിരുന്നു എന്നും മുഖ്യം. ഒപ്പം നൃത്തത്തെ എന്നും ഇദ്ദേഹം ഒരഭിനിവേശമായി മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ നൃത്തത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മലയാളം അധ്യാപകനായതുകൊണ്ട് തന്നെ കവിതകളുടെ നൃത്താവിഷ്കരണത്തിലാണ് ഇദ്ദേഹത്തിന് ഇഷ്ടക്കൂടുതൽ. അപ്പോൾ കണ്ണുകളിൽ ഭാവത്തിൻ്റെ കടൽ കാണാം. ആപാദചൂടം ശരീരത്തിൻ്റെ ചലനമാണ് നൃത്തം. അതിന് ഭാഷയുടെ അതിർവരമ്പുകളില്ല. 4 മാസം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ബുദ്ധിമുട്ടുണ്ടായിട്ടും യാത്രയയപ്പ് വേളയിൽ സെമി ക്ലാസിക്കൽ നൃത്തം ചെയ്തത് മാസ്റ്ററുടെ നൃത്തത്തോടുള്ള പ്രിയത്തെ വെളിപ്പെടുത്തുന്നു. മികച്ച ഒരു ഗ്രന്ഥകാരൻ കൂടിയാണ് മാസ്റ്റർ. മറ്റൊന്നുമില്ല ജീവിതമല്ലാതെ എന്ന പുസ്തകം ഒരു ഭാഷാധ്യാപകൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും വ്യഥകളും ഉത്കണ്ഠകളും നമ്മോട് പങ്കുവയ്ക്കുന്നു. എഴുത്ത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. 2012 സംസ്ഥാന തലത്തിൽ നിരൂപണത്തിനുള്ള കെ തായാട്ട് അവാർഡിന് അർഹനായിട്ടുണ്ട്. ലേഖനങ്ങൾ, കവിതകൾ ഒക്കെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റൊരു പാഷനാണ് നൃത്തം എന്ന് പറയുന്നത്. നൃത്തം ആധികാരികമായിട്ടൊരു ഗുരുമുഖത്തു നിന്ന് പഠിച്ചിട്ടില്ല എങ്കിലും അതെൻ്റെ ഒരു വികാരമായി കൊണ്ടു നടക്കുന്നു, പ്രത്യേകിച്ച് ഭാവാത്മക കവിതകൾ കേൾക്കുമ്പോൾ. ഈ കൃതികൾക്ക് നിരൂപണങ്ങൾ എഴുതിയിട്ടുണ്ട്. കെ തായാട്ട് അവാർഡ് മാസ്റ്ററെ തേടിയെത്തിയത് അതിൽ ഏറെ കഴമ്പുള്ളത് കൊണ്ടാണ്. കവി, ലേഖകൻ, വാഗ്മി എന്നിങ്ങനെ മാസ്റ്ററുടെ വിശേഷണങ്ങൾ നീളുകയാണ്. ന്യൂസ് ബ്യൂറോ.